ഹായ് ഓൾ, കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് വേറൊരു ടൈപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്തിട്ടില്ല. എന്നു വെച്ചാൽ ഞാൻ മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയതിൽ എനിക്ക് വന്നതാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താ ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, ഇതാണ് പ്രോഡക്റ്റ്. ഓൾറെഡി ഞാൻ അൺബോക്സിങ് കഴിഞ്ഞു. ചെയ്ത അബദ്ധത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സംഭവം പറ്റിയിട്ടാണ് ആ നൂല് അങ്ങനെ വന്നത്. അപ്പം ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, പിന്നെ കൂടെ എന്താ 2-3 പില്ലോസും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് കാണാം. നല്ല സേഫായിട്ടാണ് കേട്ടോ ഇത് പൊതിഞ്ഞ് വന്നത്. നല്ല ക്ലോസ്ഡ് ആയിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ദേ നോക്കൂ, ഫസ്റ്റ്ലി തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു സ്മോൾ പില്ലോ ഉണ്ട്. നമുക്കിങ്ങനെ ചാരിയൊക്കെ നമ്മളിങ്ങനെ ബെഡിലിരിക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു സപ്പോർട്ടിനൊക്കെ വയ്ക്കാം കേട്ടോ. ഇത് ഒരെണ്ണം ഇനിയുണ്ട് കേട്ടോ. പിന്നെ ഇത് സൈഡിൽ ഫ്രില്ലൊക്കെ ഉണ്ട്, സിബുണ്ട്. അപ്പോൾ നല്ലൊരു സേഫ് പില്ലോയാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. അടുത്തതെന്ന് വെച്ചാൽ നോർമൽ ഒരു സ്ക്വയർ ഷേപ്പിലെ പില്ലോയാണ്. ഇതും അതേ സെയിം ഡിസൈൻ തന്നെയാണ്. ഫ്ലവർ ബോക്സ് ആണല്ലോ വന്നേക്കുന്നത്, ഫ്ലവർ പ്രിൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അതേ അടുത്തതും ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് സിസേഴ്സ് കൊണ്ടിട്ട് പറ്റിയതാണ് ഈ നൂലിൻ്റെത് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അത് എൻ്റെ കൈ കൊണ്ട് പൊത്ത് കയറിയതാണ്. ഓൾറെഡി ആദ്യം ഞാനൊന്ന് അൺബോക്സ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ലാതെ നല്ലതായിട്ട് വന്നതായിരുന്നു. അതിന് അബദ്ധം പറ്റിയതാണ്. ദേ ഇത് ഒരെണ്ണം. അപ്പം പിന്നെ ഇനി അടുത്തത് നമുക്ക് കാണിക്കാം. അടുത്ത ഐറ്റം ദേ ഇതാണ്. എന്താ, ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും. എന്തായാലും 2 പില്ലോ കവറുണ്ട്. നോക്കൂ, അതും ഈ ഫ്രില്ലൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ. നല്ല കോട്ടൺ തുണിയാണ്. നല്ല കംഫർട്ടാണ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇത് ആണ് 2 പില്ലോ കവേഴ്സ്. നല്ല പ്രിൻ്റ് കളറ്, പല ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ബെഡ്ഷീറ്റ്. പിന്നെ എനിക്ക് ഡൗട്ടാണ് നമ്മുടെ ബെഡിൽ ഇത് ഓക്കെ ആവുമെന്നൊക്കെ ഉള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പിന്നെ റിട്ടേൺ അടിക്കണമെങ്കിൽ റിട്ടേൺ അടിക്കാമല്ലോ. അങ്ങനെ എന്തായാലും ഇതെല്ലാം എടുത്ത് പറക്കി വെച്ചിട്ട് എല്ലാം ഒന്നുകൂടെയൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ആ പില്ലോയൊക്കെ നല്ല സോഫ്റ്റ് പില്ലോയാണ് കേട്ടോ. നല്ല ഒരു മെറ്റീരിയലാണ്. കവറിൻ്റെ ആണെങ്കിലും നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതൊന്ന് വിരിച്ച് നോക്കുക. നമുക്കത് ഇതിനകത്താണ് നമുക്കിനി അത് വിരിക്കാനുള്ളത്. കറക്റ്റ് സൈസ് ആവുമെന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിരിച്ചപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ പില്ലോ നോക്കിക്കോ. ആ പില്ലോയിൽ ഇടണം. അതിന് മുമ്പ് പില്ലോ കവറിലും സിബുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെയല്ല, മെയിൻ വലിയ പില്ലോ എടുത്ത് ചാരി വെച്ചിട്ട് കുഞ്ഞു പില്ലോ ആണ് താഴെ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സൈസായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തു. അപ്പം നല്ല ആ മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു കുത്തലോ അങ്ങനെ ഒന്നുമില്ല. പഞ്ഞി പോലെ ഇരിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ലിങ്ക് ചോദിച്ചാൽ മതി. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ, സീ യു.